പാലക്കാട് ധോണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അവിടെ സ്ഥിരമായി കൃഷി നശിപ്പിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുൻപും. അവിടെ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങാണ്. ധോണി സ്വദേശി സജീവിന്റെ നെൽകൃഷിയാണ് 4 കാട്ടാനകൾ കൂട്ടം ചേർന്ന് നശിപ്പിച്ചത്. ഗൂഗിൾ VS ഈ സംഭവം നടന്ന ഈ കാട്ടാന കൂട്ടം ഇറങ്ങിയ മേഖലയിൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇത് സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു കാട്ടാനകൾ വരുന്ന ഒരു മേഖലയാണോ? വളരെ പ്രയാസപ്പെട്ടാണോ തിരികെ കാട് കയറ്റിയത്? അതായത് ഈ ധോണിയിൽ നെൽകൃഷി അത് കൊയ്യാറാകുന്ന സമയത്ത് ഇത്തരത്തിൽ കൂട്ടമായ ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്നലെയും അങ്ങനെയാണ് ഇറങ്ങിയത്. ആനക്കൂട്ടം എത്തിയത് സജീവന്റെ ഏകദേശം 1 ഏക്കർ വരുന്ന കൃഷിയുടെ പകുതി വരെ നശിപ്പിച്ച ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ സജീവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഏകദേശം എപ്പോഴാണ് ആന ഇറങ്ങിയത്? ഇന്നലെ ഒരു 12:30 കൂടിയിട്ടാണ് ആന ഇറങ്ങിയത്. ഒരു നാലെണ്ണം ഇറങ്ങുന്ന ഒരു കൂട്ടമാണ് ഇറങ്ങിയത്. ഇവിടെ ദിവസം ഇത് തന്നെയാണ്, 1, 2, 3 അടങ്ങിയ കൂട്ടങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇന്നലെ ഞങ്ങൾ ഒരു 12:30 ആന ഇറങ്ങി. RRT വിളിച്ചു. RRT ഇവിടെ എത്തിയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് DFOയോട് കഴിഞ്ഞ ആഴ്ച ഒരു പരാതി കൊടുത്തിരുന്നു. ഇവിടുത്തെ കർഷകരൊക്കെ കൂടിയിട്ട് മറ്റേ ഇവിടെ ഒരു സ്ഥിരം RRT ഫോഴ്സിനെയും വാച്ചർമാരെയും ഇവിടെ നിയമിക്കാന്ന് RRT ഞങ്ങൾക്ക് അന്ന് ഉറപ്പ് തന്നത്. അതൊന്നും ഇതുവരെ നടപടിയായിട്ടില്ല. ഇത് ഞങ്ങൾ തന്നെയാണ് ആന ഓടിച്ചത്. ഞങ്ങളും സാധാരണ ആ വീട്ടുകാരും ചേർന്നിട്ടാണ്. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, കൃഷിയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് പകുതി വരും. എന്നാലും അവര് ജീവനെ ഭയന്നിട്ടാണ് ആന ഓട്ടിക്കാൻ ഞങ്ങളുടെ ഒപ്പം വന്നത്. RRT അതിനുശേഷം എത്തി. RRT എത്തി ആ ഒരു ഉൾവനത്തിലേക്ക് കയറിയ ശേഷമാണ് അവര് വന്ന് പൊട്ടിക്കലും കാര്യങ്ങളും ഉണ്ടായത്. ഇത് ദിവസം അവര് ഇന്നലെ ഞങ്ങൾ ഒരു 9 മണിയായപ്പോൾ വിളിച്ചപ്പോൾ അവര് വെള്ളിമുങ്ങിയെ പിടിക്കാൻ പോയി പറഞ്ഞു. രാത്രി വിളിക്കുമ്പോൾ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പറഞ്ഞു. ഇതിന് മാത്രം വെള്ളിമുങ്ങിയും പാമ്പും എവിടെയാണെന്ന് അറിയില്ല. പിന്നെ DFO നമുക്ക് ഒരു ഉറപ്പ് തന്നതാണ്. ഈ ജനുവരി 1 മുതൽ ജനുവരി 30 വരെ ഞങ്ങൾ ഒരു 20 ദിവസത്തെ കാര്യം ആവശ്യപ്പെടുന്നു. കരഞ്ഞു കയറാൻ അപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൊയ്യാറുള്ള സമയം. ഇതിപ്പോ നാളെ നിവൃത്തിയില്ലാതെ ഞാൻ നാളെ കൊയ്യാൻ പോകും. പച്ച നെല്ല് കൊയ്ത് വണ്ടി കയറ്റാൻ പോകും. വേറെ നിവൃത്തിയില്ല. ഇനി ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാലേ കൊയ്യാറാവുള്ളൂ. ഒരാഴ്ച എന്തായാലും വേണം. ഒരാഴ്ചയോളം ഇത് എന്നാലേ കൊയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടെ ഈ പാടശേഖരത്ത് ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇറങ്ങും. ഇതുപോലെ നട്ട് നെല്ല് കതിര് വരാൻ തുടങ്ങിയ മുതലേ ഈ പാടശേഖരത്തിന്റെ 150% എല്ലാ ശതമാനവും എല്ലാ ഭാഗത്തും ഈ ഭാഗത്ത് ഇന്ന് വന്നാൽ നാളെ അപ്പുറത്ത് വരും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ എല്ലാ ഭാഗത്തും ഇതുപോലെ പിന്നെ കേടി വരുത്തിയിട്ട് അവസാനം കൊയ്യാൻ പോണ കാലത്ത് കിട്ടുന്നത് നമുക്ക് 50% 40% കിട്ടുള്ളൂ. അതാണ് അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ DFOയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ശരി ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഇവിടെ തരാം, അതുപോലെ 2 പിന്നെ വാച്ചർമാരെയും തരാം. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും ഒരു മാസം 1-ാം തീയതി മുതൽ ജനുവരി 30 വരെ ഈ ഒരു മാസക്കാലം ഞങ്ങളുടെ ഫോഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ അവിടെ ആന വരില്ല എന്ന് ഉറപ്പ് തന്നിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അതിന്റെ പുറകിൽ തന്നെ കൂട്ടത്തോടെ ആന വരാത്തത്. ഇന്നലെ ഏകദേശം എത്ര ആന വന്നിരുന്നു? ഇന്നലെ 4 ആന വന്നു. ഈ 4 ആന പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ടോർച്ച് അടിച്ചപ്പോൾ ഞങ്ങളുടെ ടോർച്ചിന്റെ ഒപ്പം വരികയാണ്. അതേ മീന് വരുന്ന പോലെ വരിക. നമ്മൾ 4 അടി വന്നിട്ടുണ്ട്. എന്റെ കൃഷിയിടം ഇതിന്ന് ഒരു 500 മീറ്റർ അകലെയാണ്. അതിലും ഇതേപോലെ തന്നെ ഒരു 2 ഏക്കറാണ്. ഞാനും വന്നിരുന്നു 2 മുന്നേ. അതും ഇത് പകുതിയിലേറെ നശിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നേരം വെളുപ്പിന് ഇവിടെ ഇറങ്ങി നാളെ ചിലപ്പോൾ അപ്പുറത്തായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ നെല്ലിങ്ങനെ കൊയ്യാറാകുന്ന സമയത്താണ് ഇങ്ങനെ ആന വരുന്നതും ഈ നശിപ്പിക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പോ കൊയ്യാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളം സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ 1 ഏക്കറിന്റെ നമുക്ക് കാണാം ഒരു പകുതിയിലധികം ഭാഗത്ത് ആന ഇറങ്ങി അത് നശിപ്പിച്ച ഒരു സ്ഥിതി നമുക്ക് മൊത്തത്തിൽ കാണാം. അതുപോലെ തന്നെ അടുത്ത കണ്ടത്തിലുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥിരം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ആന ശല്യം മാത്രമല്ല, പന്നിശല്യം അങ്ങനെയുള്ള നിരവധി വന്യമൃഗ ശല്യങ്ങളും നേരിടുന്നുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ പൊരുതിയാണ് ഇവർ ഈ കൃഷി ഇറക്കുന്നത്. ഇന്നലെ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ആന ഓടിക്കുമ്പോൾ അത് അപകടകരമായ രീതിയിൽ തന്നെ ഒരു സാഹചര്യം വരുന്നു. ഇവർ രാത്രി കാവല് കിടന്നൊക്കെയാണ് ആന ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴും ധോണിക്ക് ഒരു മുക്തമാകുന്നില്ല, ഇപ്പോഴും ആനശല്യം മാറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ധോണിയിൽ നിന്നാണ് ഗോകുൽ വിവരങ്ങൾ നൽകിയത്.